Dear students, welcome to another class of Financial Accounting, and now we are discussing Block 4, Unit 11, Hire Purchase Accounts, first portion. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോർമലി ഒരു ട്രേഡ് നടക്കുമ്പോൾ, ഒരു അസറ്റിൻ്റെ വിൽപ്പനയോ വാങ്ങലോ നടക്കുമ്പോൾ അവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും, ഒരു സെല്ലറും ഒരു ബയറും. അപ്പോൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് രണ്ട് രീതിയിൽ നടത്താം. ഒന്ന്, ഫുൾ ക്യാഷ് പേയ്മെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പർച്ചേസ്. എപ്പോഴാണോ നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത് ആ സമയത്ത് തന്നെ മൊത്തം പേയ്മെൻറ്റും അടച്ചു തീർത്തുകൊണ്ട് നമ്മൾക്ക് അസറ്റ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ ദ പേയ്മെൻറ്റ് ഓഫ് ദ അസറ്റ്സ് മേ ബി മെയ്ഡ് ബൈ ദ പർച്ചേസർ ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ് ഓർ ഡെഫേർഡ് പേയ്മെൻറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് അറ്റ് എ ടൈം നടത്തുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, പിന്നീട് ഒരു ഫ്യൂച്ചർ പേയ്മെൻറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഡെഫേർഡ് പേയ്മെൻറ്റ് മാറ്റി വെക്കുന്നു. നമ്മൾ പിന്നെ തരാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ 6 മാസം കൊണ്ട് പേയ്മെൻറ്റ് അടച്ചു തീർക്കാമെന്നോ ബയറും സെല്ലറും കൂടെ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുന്നു. അപ്പോൾ പല രീതിയിൽ അസറ്റ്സിൻ്റെ പർച്ചേസ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ, അസറ്റിൻ്റെ പ്രൈസ്, അതിൻ്റെ പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പർച്ചേസിൽ തന്നെ നടത്താതെ പിന്നീട് തരാം എന്ന് പറഞ്ഞ് നമ്മൾ നീക്കി വെക്കുകയാണെങ്കിൽ അത്തരം പേയ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹയർ പർച്ചേസ് എന്ന് പറയുന്നതും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം ഈസ് ആൾസോ എ സിസ്റ്റം ഓഫ് പർച്ചേസിംഗ് ഓഫ് അസറ്റ് in which the buyer can receive the possession of the asset at the beginning and he can pay the price of the asset by installment payment. അപ്പോൾ ഈ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതും ഒരു അസറ്റ് വാങ്ങിക്കുന്ന രീതി തന്നെയാണ്, ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യമായി പറയുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം സെല്ലർ ടു ബയർ അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ദ എഗ്രിമെൻറ്റ്. എപ്പോഴാണോ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ബയറും സെല്ലറും എൻറ്റർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മളുടെ അസറ്റ് എന്താണോ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എഗ്രിമെൻറ്റ്, ആ അസറ്റ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ, നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. ഓണറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് എഗ്രിമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇനി ഈ അസറ്റിൻ്റെ പ്രൈസ് സെല്ലർ ബയറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ പ്രൈസിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത് രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ അതാണ് പറയുന്നത്. പേയ്മെൻറ്റ് മേ ബി മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. പേയ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റുകൾ വഴിയാണ് ബയർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ബയറുടെ കയ്യിൽ ആ അസറ്റ് എത്തുന്നുണ്ട്, ബയർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ കൊടുത്താൽ മതി? ഡെഫേർഡ് പേയ്മെൻറ്റ്സിലൂടെ, ഇൻസ്റ്റാൾമെൻറ്റുകളായി, പല പല തവണകളായി പിന്നീട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അസറ്റിൻ്റെ ഡെലിവറി നടക്കുന്നുണ്ട്. ഓണർ അസറ്റ് പർച്ചേസർക്ക് കൈമാറുന്നുണ്ട്. രണ്ടാമത്തെ ഫീച്ചറായി പറയുന്നത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അസറ്റിൻ്റെ പ്രൈസ് ബയർ എങ്ങനെ കൊടുത്താൽ മതി? ഇൻസ്റ്റാൾമെൻറ്റുകളായി പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ദെൻ മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ദ ഇൻസ്റ്റാൾമെൻറ്റ്സ് റിസീവ്ഡ് ബൈ ദ സെല്ലർ വിൽ ബി ട്രീറ്റഡ് ആസ് ഹയർ ചാർജ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു 10 മാസം കൊണ്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഫുൾഫിൽ ആക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ മാസത്തിൽ എപ്പോഴാണോ എഗ്രിമെൻ്റ് എൻ്റർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അസറ്റ് ബയർക്ക് ലഭിക്കും.
പിന്നീട് വരുന്ന ഓരോ മാസങ്ങളിലും ബയർ സെല്ലർക്ക് എന്ത് കൊടുക്കും? ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കും. ആ സമയത്ത് ഈ ഇൻസ്റ്റാൾമെൻ്റ് ആയി കിട്ടുന്ന പൈസയെ സെല്ലർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ബയർക്ക് കൊടുത്ത അസറ്റ് ബയർ ഉപയോഗിക്കുന്നതിന് വാടക തരുന്നത് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ബയർ ഒരിക്കലും എഗ്രിമെൻ്റ് തുടങ്ങുന്ന സമയത്ത് അസറ്റിൻ്റെ ഓണർ ആകുന്നില്ല. അസറ്റ് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കും, പക്ഷേ അദ്ദേഹം ഒരിക്കലും എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആരാകുന്നില്ല? ഓണറായി മാറുന്നില്ല. അതാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൺലി ദ ബയർ ബിക്കംസ് ദ ഓണർ. നമ്മൾ ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൂടെ അടച്ചു തീർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹയർ പർച്ചേസർ ആരായി മാറുന്നുള്ളൂ? ആ അസറ്റിൻ്റെ ഓണറായിട്ട് മാറുന്നുള്ളൂ. അതാണ് ഹയർ പർച്ചേസിൻ്റെ പ്രത്യേകത. ബയർക്ക് അസറ്റ് ഉപയോഗിക്കാനൊക്കെ ലഭിക്കും. എപ്പോഴാണോ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മൾക്ക് അസറ്റ് ഉപയോഗിക്കാൻ ലഭിക്കും. പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം എപ്പോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ? അവസാന ഇൻസ്റ്റാൾമെൻറ്റും പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സെല്ലറും ബി എന്ന് പറയുന്ന ഒരു ബയറും എ ഒരു വെഹിക്കിള് ബിക്ക് വിൽക്കുകയാണ്. ആ വെഹിക്കിളിൻ്റെ വാല്യൂ ആയിട്ട് എ 1,00,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 1,00,000 രൂപ 10,000 രൂപയുടെ 10 ഇൻസ്റ്റാൾമെൻറ്റുകളായാണ് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനുവരി 1-ാം തീയതിയാണ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആ ജനുവരി 1-ാം തീയതി തന്നെ വെഹിക്കിൾ ആർക്ക് ലഭിക്കും? നമ്മുടെ അസറ്റ് വണ്ടിയാണ്. ആ വണ്ടി ആർക്ക് ലഭിക്കും? ബിക്ക് ലഭിക്കും. അന്നു മുതൽ അദ്ദേഹത്തിന് അത് ഉപയോഗിച്ചു തുടങ്ങാം. പക്ഷേ 10ാമത്തെ മാസം ഒക്ടോബർ 31-ാം തീയതി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 10,000 കൂടെ അടച്ച് 1,00,000 മുഴുവൻ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ജനുവരി മുതൽ ഉപയോഗിക്കുന്ന വാഹനം നമ്മുടെ പർച്ചേസറായ ബിയുടെ സ്വന്തമായി മാറുകയുള്ളൂ. അപ്പോൾ അതുവരെ അടച്ച ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ 4 മാസമൊക്കെ 40,000 രൂപ വരെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കുന്നില്ല. ആ 40,000 രൂപയൊക്കെ സെല്ലർ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ? ഈ വെഹിക്കിൾ ബയർ ഉപയോഗിക്കുന്നതിനുള്ള വാടക ചാർജായി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹയർ പർച്ചേസ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം ഓഫ് പർച്ചേസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കും, അല്ലെങ്കിൽ അസറ്റ് സെല്ലറ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമതായി പറയുന്നത് ആ അസറ്റിൻ്റെ പ്രൈസ് ഡെഫേർഡ് പേയ്മെൻറ്റ്സിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ നൽകിയാൽ മതി. ബയർ സെല്ലർക്ക് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നൽകിയാൽ മതി. ദെൻ മൂന്നാമതായി പറയുന്നത് ഈ ലഭിക്കുന്ന ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളും ബയർ അസറ്റ് ഉപയോഗിക്കുന്നതിനുള്ള വാടക ചാർജ് പോലെയാണ് സെല്ലർ ട്രീറ്റ് ചെയ്യുന്നത്. നാലാമതായി പറയുന്നത് എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും പേയ്മെൻറ്റ് നടന്നു കഴിയുന്നത്, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്, ആ സമയത്ത് മാത്രമേ അസറ്റിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ലഭിക്കുന്നുള്ളൂ? ഹയർ പർച്ചേസർക്ക് ലഭിക്കുന്നുള്ളൂ. ഇത്രയും സവിശേഷതകളാണ് ഹയർ പർച്ചേസ് അക്കൗണ്ട് സിസ്റ്റത്തിന് ഉള്ളത്. അപ്പോൾ ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾക്കറിയാം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആദ്യം തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ ആ ബിഗിനിങ് ഓഫ് ദ എഗ്രിമെൻറ്റിൽ തന്നെ നമ്മൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ആ അസറ്റ് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിയുമ്പോഴേ നമ്മൾ ആ അസറ്റിൻ്റെ ഓണറായി മാറുന്നുള്ളൂ. അതുവരേക്കും ആ അസറ്റിൻ്റെ എല്ലാ റിസ്ക്കും സെല്ലർക്ക് തന്നെയാണ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ചാർജ് കൊടുക്കണ്ടേ? ആ പേയ്മെൻ്റ് ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 2 തരം പ്രൈസിനെ നമ്മൾ പരിചയപ്പെടും. ഒന്ന് ക്യാഷ് പ്രൈസ്, പിന്നൊന്ന് HPP അല്ലെങ്കിൽ ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈസ് ഓഫ് എൻ അസെറ്റ് വിച്ച് മസ്റ്റ് ബി പെയ്ഡ് ബൈ ദ ബയർ അറ്റ് വൺ ടൈം സെറ്റിൽമെൻറ്റ് ഓർ റെഡി ക്യാഷ് പർച്ചേസ്. നമ്മൾ ഒരു അസെറ്റ് കടയിൽ പോയി റെഡി ക്യാഷ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അസെറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, ഫുൾ പ്രൈസ് അങ്ങോട്ട് കൊടുക്കുന്നു, വൺ ടൈം സെറ്റിൽമെൻറ്റ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാണോ ആ പ്രോഡക്റ്റിന് നൽകേണ്ടത് ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പേയ്മെൻറ്റിലല്ല നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത്. അസറ്റിൻ്റെ പ്രൈസ് പല പല ഇൻസ്റ്റാൾമെൻറ്റുകളിലായിട്ടാണ് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ വാങ്ങിയ അസറ്റിൻ്റെ പേയ്മെൻറ്റ് കഴിയുന്നത് അടുത്ത ഡിസംബറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ എത്ര രൂപയാണോ ആ അസറ്റിൻ്റെ വിലയായി നൽകേണ്ടത് അതിനെയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. നോർമലി ഹയർ പർച്ചേസ് പ്രൈസ് വിൽ ആൾവേസ് ഗ്രേറ്റർ ദാൻ ക്യാഷ് പ്രൈസ്. എപ്പോഴും റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന വിലയായിരിക്കില്ല അടവിന് വാങ്ങിക്കുന്ന, ഇൻസ്റ്റാൾമെൻറ്റ്സിന് വാങ്ങിക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂ. ഇൻസ്റ്റാൾമെൻറ്റിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, പ്രൈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ EMIക്ക് വാങ്ങുന്നതും കടയിൽ പോയി റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം. എത്ര രൂപയാണോ ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായി നമ്മൾ വാങ്ങിക്കുന്നത് ആ ഡിഫറൻസ്, ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പേയ്മെൻറ്റ് വൈകിക്കുന്നതിന് ഓണർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണ്ടേ, അതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോൺ വാങ്ങിക്കുകയാണ്, കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ റെഡി ക്യാഷ് അതിന് 15,000 രൂപയാണ്. നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിന് EMIക്കാണ് ഫോൺ വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൈസ് 18,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒറിജിനൽ ക്യാഷ് പ്രൈസ് 15,000, HPPക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് 18,000. അപ്പോൾ ആ ഡിഫറൻസ് 3,000 രൂപയുടെ ഒരു വ്യത്യാസമുണ്ട്. 3,000 രൂപ ഹയർ പർച്ചേസ് പ്രൈസ് കൂടുതലാണ്. ആ വ്യത്യാസം അതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഈ ചാർജ് ഇത് എന്തിനാണ് സെല്ലർ ഇങ്ങനെ ഒരു ഹയർ പർച്ചേസ് ചാർജ്, ഹയർ പർച്ചേസ് പ്രൈസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്? ഏറ്റവും ആദ്യമായി പറയുന്നത് ടു കവർ ദ ഇൻട്രസ്റ്റ്. ഇത്രയും കാലം ഇവർക്ക് പേയ്മെൻറ്റ് വൈകിപ്പിച്ചു കൊടുക്കുന്നില്ലേ, അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട്. പിന്നെ ഒന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് റിസ്ക്. ഈ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ബയർ അടയ്ക്കുമ്പോഴേ അസറ്റ് ബയറുടേതായി മാറുന്നുള്ളൂ. അത്രയും കാലം ആ അസറ്റിൻ്റെ എല്ലാ റിസ്ക്കും സെല്ലർക്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആ റിസ്ക് ബിയർ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു റിട്ടേൺ വേണ്ടേ, അതാണ് ഈ ഡിഫറൻസ്. അതേപോലെ തന്നെ ബയർക്ക് ഈ അസറ്റ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിയുമ്പോഴേ ബയറുടെ സ്വന്തമാവുള്ളൂ. അപ്പോൾ ഈ ബയർക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുവരേക്കുള്ള ഇൻഷുറൻസ്, ഡെലിവറി ചാർജ്, രജിസ്ട്രേഷൻ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം മീറ്റ് ചെയ്യുന്നത് സെല്ലറായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അസറ്റിൻ്റെ ഓണറായിരിക്കും. അത് കവർ ചെയ്യുന്നതും ഈ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും തമ്മിൽ എല്ലായ്പ്പോഴും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസിന് കാരണം അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്താണ്? ഒന്നുകിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓണർ ബെയർ ചെയ്യുന്ന റിസ്കിനുള്ള റിട്ടേൺ ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഓണർ ബെയർ ചെയ്യുന്ന എക്സ്പെൻസുകൾ അത് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടും ഈ ഡിഫറൻസിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം. ഇത്രയുമാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി പറയാനുള്ളത്. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം ഓഫ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് പർച്ചേസ് ആണ്. അതിൽ അസറ്റിൻ്റെ ഫിസിക്കൽ ഡെലിവറി അല്ലെങ്കിൽ പൊസഷൻ റൈറ്റ്, കൈവശം വെച്ച് ഉപയോഗിക്കാനുള്ള അവകാശം തുടക്കത്തിൽ തന്നെ ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു.
പക്ഷേ ഓണർഷിപ്പ് ഓഫ് ടൈറ്റിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥാവകാശം എപ്പോൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? ആ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു കഴിയുമ്പോൾ മാത്രമാണ് അസറ്റിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ബയർക്ക് ലഭിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, ലീഗൽ പൊസിഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അപ്പോൾ എന്താണ് ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ആക്റ്റിൽ സെക്ഷൻ 2-ൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്നുള്ളതിന് വ്യക്തമായ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ C of the Hire Purchase Act 1972, the Hire Purchase Agreement is an agreement under which the goods are let on hire and the hirer has an option to purchase them in accordance with the terms of agreement and under which the terms പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ സിയിലാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ആക്ട് 1972 പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നിയമത്തിലെ 2ാമത്തെ സെക്ഷനിൽ സി എന്ന് പറയുന്ന സബ്സെക്ഷനിലാണ് ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ആ സെക്ഷൻ പ്രകാരം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്, അതൊരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അണ്ടർ വിച്ച്, ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഇതിൽ എന്ത് പറയുന്നുണ്ട്? ദ ഗുഡ്സ് ആർ ലെറ്റ് ഓൺ ഹയർ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു അസറ്റ് വാടകയ്ക്ക് നൽകുന്നത് പോലെ നൽകുന്നുണ്ട്. ലെറ്റ് ഓൺ ഹയർ, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, ഉപയോഗിക്കാൻ നൽകുകയാണ്. ആൻഡ് ദ ഹയറർ ഹാസ്, ഈ വാടകയ്ക്ക് എടുക്കുന്ന ആളില്ലേ, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയറർ. ആ അസറ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾ, അദ്ദേഹത്തിന് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഹാസ് എൻ ഓപ്ഷൻ ടു പർച്ചേസ് ദം. എന്ത് ഓപ്ഷനാണ് കൊടുക്കുന്നത്? ഇതുവരെ നിങ്ങളത് വാടകയ്ക്ക് ഉപയോഗിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മൾ വെറുതെ അവരോട് നിങ്ങൾ ഇതുവരെ വാടകയ്ക്ക് വാങ്ങി ഉപയോഗിച്ചിരുന്ന അസറ്റ് ഇനി നിങ്ങൾ സ്വന്തമായി എടുത്തോളൂ എന്ന് പറയല്ല. അതിൽ കുറേ ടേംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ എഗ്രിമെൻറ്റിൽ കുറേ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് അനുസരിച്ച് വേണമെങ്കിൽ ഹയറർക്ക് ആ അസറ്റ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ നൽകുന്നുണ്ട്. ഇനി ആ എഗ്രിമെൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ടേംസാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഇദ്ദേഹത്തിന് അത് വാങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്? ഏറ്റവും ആദ്യമായി പറയുന്നത് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഡെലിവേർഡ് ബൈ ദ ഓണർ. ആദ്യം തന്നെ എന്ത് കൊടുക്കണം? ഇദ്ദേഹം വാങ്ങിച്ച അസറ്റിൻ്റെ ഉപയോഗിക്കാനുള്ള അവകാശം, പൊസഷൻ, കൈവശാവകാശം നമ്മുടെ സെല്ലർ ബയർക്ക് നൽകണം, ബിഗിനിങ്ങിൽ തന്നെ നൽകണം. ആൻഡ് ദ ബയർ ഹാസ് ടു പേ ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ബയർ വെറുതെ അസറ്റ് ആദ്യം തന്നെ എനിക്ക് ഉപയോഗിക്കാൻ തരണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റുകളായി പേയ്മെൻറ്റ് നടത്താം. ഫുൾ പേയ്മെൻറ്റും വ്യത്യസ്ത ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ നൽകാം എന്നുള്ള കാര്യം ആരും ഉറപ്പ് പറയണം? നമ്മുടെ ബയർ അല്ലെങ്കിൽ ഹയറർ, അത് വാടകയ്ക്ക് എടുക്കുന്ന ആൾ ഉറപ്പ് കൊടുക്കണം. അപ്പോൾ എഗ്രിമെൻറ്റിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുക അസറ്റിൻ്റെ ട്രാൻസ്ഫർ ഫസ്റ്റിൽ തന്നെ നടത്തും. ഓണർ ബയർക്ക് അല്ലെങ്കിൽ ഹയറർക്ക് അസറ്റ് ബിഗിനിങ്ങിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ബയർ എന്തിനു സമ്മതിക്കണം? ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റുകളായി പേയ്മെൻറ്റ് നടത്താമെന്ന് ബയറും എഗ്രി ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് എന്താ ടേം പറയുന്നത്? പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഓൺലി ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അസറ്റിൻ്റെ പൊസഷൻ
ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെ ഉടമസ്ഥാവകാശം പ്രോപ്പർട്ടി എപ്പോൾ മാത്രമേ നൽകുന്നുള്ളൂ? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു തീരുമ്പോൾ. അപ്പോൾ ബയർക്ക് നമ്മൾ അസറ്റ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് അസറ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്താൽ മതി? ഇൻസ്റ്റാൾമെൻറ്റുകളായി അടച്ചാൽ മതി. പക്ഷേ അപ്പോൾ നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്? ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റുകളായി അസറ്റ് അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ഹയറർ പേയ്മെൻറ്റ് നടത്തി കഴിയുന്നത് അതിനുശേഷം മാത്രമേ അസറ്റിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ദെൻ മൂന്നാമതായി പറയുന്നത് സച്ച് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് അറ്റ് എനി ടൈം. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അസറ്റിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ലഭിക്കുന്നുള്ളൂ? നമ്മുടെ ബയർക്ക് അല്ലെങ്കിൽ ഹയറർക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് അതുവരെ ഇദ്ദേഹം വാടകയ്ക്ക് ഓടുന്നത് പോലെയാണ്, വാടകയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ്. അപ്പോൾ ലാസ്റ്റിൽ ഈ അസറ്റിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് ലഭിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് വരെ എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിന് ആ എഗ്രിമെൻറ്റ് അവസാനിപ്പിക്കാം. അതായത് അസറ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കാം? ഹയറർക്ക് തീരുമാനിക്കാം. അതേപോലെ 4-5 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു, അതുവരെ ആ അസറ്റ് ഉപയോഗിച്ചു, പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് വാങ്ങാനൊന്നും താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ എഗ്രിമെൻറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ആ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ ഏത് സമയത്തും ഈ വ്യക്തിക്ക് വേണമെങ്കിൽ ആ എഗ്രിമെൻറ്റ് അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഹയർ പർച്ചേസ് ആക്ട് 1972 ഹയർ പർച്ചേസ് ആക്റ്റിലാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷനും ആ ബയറുടെയും സെല്ലറുടെയും ലീഗൽ പൊസിഷനുമെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ബയർക്ക് ആ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയം മുതൽക്ക് തന്നെ ആ അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം ലഭിക്കും. അസറ്റിൻ്റെ ഡെലിവറി ബിഗിനിങ്ങിൽ തന്നെ സെല്ലർ ആർക്ക് നൽകുന്നുണ്ട്? ബയർക്ക് നൽകുന്നുണ്ട്. സ്വന്തം അസറ്റ് പോലെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അസറ്റിൻ്റെ പ്രൈസ് സാവകാശം ഇൻസ്റ്റാൾമെൻറ്റുകളായി പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നടത്തി ഉടമസ്ഥാവകാശം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് വരെ എപ്പോൾ വേണമെങ്കിൽ ആ എഗ്രിമെൻ്റ് അവസാനിപ്പിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. ലാസ്റ്റ് പേയ്മെൻറ്റും കൂടെ അടച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലേക്ക് അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് കൂടി ഈ ബയർക്ക് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിന് തീരുമാനിക്കാം ഈ അസറ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് ബയർക്ക് തീരുമാനിക്കാം. അതാണ് നമ്മളിവിടെ പറയുന്നത് the hirer has an option to purchase. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചിട്ട് അസറ്റിൻ്റെ ഓണർഷിപ്പ് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ വേണ്ട, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വരെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. അതിനുശേഷം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച് സ്വന്തമാക്കണമെങ്കിൽ സ്വന്തമാക്കുകയും ചെയ്യാം. അത്രയുമാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ ലീഗൽ പൊസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ സിയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. നമ്മൾക്കറിയാം ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് അതിന് വാല്യൂ കിട്ടണമെങ്കിൽ അത് എഴുതി തയ്യാറാക്കിയതായിരിക്കണം. വെറുതെ ഓറലായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ലീഗൽ വാലിഡിറ്റി ലഭിക്കില്ല. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഹയർ പർച്ചേസ് ആക്റ്റിലെ ടേംസിൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ലീഗൽ വാലിഡിറ്റി ലഭിക്കണമെങ്കിൽ ആ എഗ്രിമെൻ്റ് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയതായിരിക്കണം. അതിനും പുറമെ മസ്റ്റ് ബി സൈൻഡ് ബൈ ആൾ പാർട്ടീസ്. നമ്മുടെ ഹയർ പർച്ചേസ് ആക്റ്റിലെ 3-ാമത്തെ വകുപ്പിൽ സെക്ഷൻ 3 ഇത് പറയുന്നത്.
ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കിയതായിരിക്കണം. അതുപോലെ തന്നെ ആ എഗ്രിമെൻറ്റിൽ എല്ലാ പാർട്ടീസും ഒപ്പിടണം. എല്ലാ പാർട്ടീസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ സെല്ലർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബയറും ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻ്റ് ആയിരിക്കണം. കൺസേൺഡ് പാർട്ടീസ് അതിൽ കൃത്യമായി സൈൻ ചെയ്യുകയും വേണം. ദെൻ രണ്ടാമതായി പറയുന്നത് സെക്ഷൻ 4ലത്തെ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഏത് സെക്ഷൻ പ്രകാരമുള്ളതാ? സെക്ഷൻ 3ൽ പറയുന്നതാണ്. എഗ്രിമെൻ്റ് എഴുതിയതായിരിക്കണം, എല്ലാവരും സൈൻ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം സെക്ഷൻ 3ലാണ് പറയുന്നത്. ഇനി നമ്മുടെ ഹയർ പർച്ചേസ് ആക്റ്റിലെ സെക്ഷൻ 4ൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എങ്ങനെ ഉള്ളതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സെക്ഷൻ 4ൽ പറയുന്നത്. ഏറ്റവും ആദ്യമായി പറയുന്നത് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് സ്റ്റേറ്റ് ദ ഫോളോയിങ്സ്. എഗ്രിമെൻറ്റിൽ ഈ താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ സെക്ഷൻ 4ൽ കണ്ടൻറ് ഓഫ് ദ എഗ്രിമെൻ്റ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടൻ്റ് ആയിട്ട് വരേണ്ടത്? അപ്പോൾ ഏതൊക്കെയാണ് പറയുന്നത്? ഏറ്റവും ആദ്യമായി ഹയർ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് റിലേറ്റ് ടു ദ എഗ്രിമെൻറ്റ്. നമ്മൾ ഏത് വസ്തുവിൻ്റെ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ അസറ്റിന് അല്ലെങ്കിൽ ആ ഗുഡ്സിന് ഹയർ പർച്ചേസ് ടേം പ്രകാരം എത്ര രൂപയാണ് അതിൻ്റെ വില? ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള അസറ്റിൻ്റെ വില. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് അല്ല, ഹയർ പർച്ചേസിൻ്റെ ടേംസിലൂടെയാണ് ബയർ അസറ്റ് വാങ്ങിക്കുന്നത് എങ്കിൽ എത്ര രൂപയാണ് ആ അസറ്റിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ്? അതെവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം? നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് ക്യാഷ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. നമ്മുടെ അസറ്റിൻ്റെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഈ ഹയറർ, നമ്മുടെ ബയർ എത്ര രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്? ആ ക്യാഷ് പ്രൈസും നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ വ്യക്തമായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദെൻ മൂന്നാമതായി പറയുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ എഗ്രിമെൻറ്റ്. എന്നു മുതലാണ് നമ്മുടെ ഈ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രാബല്യത്തിൽ വരുന്നത്? ഏത് ഡേറ്റിലാണ് നമ്മളത് എൻ്റർ ചെയ്തിട്ട് ഏത് ഡേറ്റ് മുതലാണ് അതിൻ്റെ വാലിഡിറ്റി? ആ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കൂടി നമ്മൾ ആ എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. ദെൻ അടുത്തതായി പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ബൈ വിച്ച് ദ ഹയർ പ്രൈസ് ടു ബി പെയ്ഡ്. നമ്മൾക്കറിയാം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ അസറ്റിൻ്റെ ഡെലിവറി ഒക്കെ ബിഗിനിങ്ങിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിലും അസറ്റിൻ്റെ പേയ്മെൻറ്റ് എപ്പോൾ നടക്കുന്നില്ല? ബിഗിനിങ്ങിൽ നടക്കുന്നില്ല. ടോട്ടൽ പ്രൈസ് പല പല ഡെഫേർഡ് പേയ്മെൻ്റ് ആയിട്ട് പല പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഹയർ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രൈസ് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ് എഗ്രിമെൻറ്റിൽ പറയണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു ഇൻസ്റ്റാൾമെൻറ്റിന് എത്ര രൂപ, ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്? അപ്പോൾ ദ എമൗണ്ട് ഓർ ദ പ്രൈസ് പോർഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. എത്ര രൂപയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ നൽകേണ്ടത്? ദെൻ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. എന്നാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? നോർമലി ഇപ്പോൾ മന്ത്ലി ഒക്കെ ആണെങ്കിൽ ഓരോ മന്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റിലായിരിക്കും. ചിലപ്പോൾ ക്വാർട്ടർലി ആയിട്ട് പേയ്മെൻറ്റ് ഉണ്ടാവാം, ഹാഫ് ഇയർലി ആയിട്ടുണ്ടായിരിക്കാം, ഇയർലി ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്നാണ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നത് ആ ഡേറ്റ് കൊടുക്കണം. ദെൻ പ്ലേസ് ഓഫ് പേയ്മെൻറ്റ്. എവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? ചിലപ്പോൾ സെല്ലറുടെ ഓഫീസിൽ ചെന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ അടച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയാൽ മതിയായിരിക്കും. അപ്പോൾ എവിടെയാണ് പ്ലേസ് ഓഫ് പേയ്മെൻറ്റ്, മോഡ്സ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ കൃത്യമായി ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം.
ദെൻ ദ പേഴ്സൺ ടു ഹൂം പേയ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ്. നമ്മൾ ആർക്കാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? സെല്ലറുടെ കയ്യിൽ നേരിട്ട് കൊണ്ട് കൊടുക്കണോ അതോ കളക്റ്റിംഗ് ഏജൻറ്റുമാരുണ്ടോ? എങ്ങനെയാണ്, ആർക്കാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉണ്ടാവണം. അപ്പം നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് വേണം, ടോട്ടൽ പ്രൈസ് എത്ര തവണകളായാണ് അടയ്ക്കുന്നത്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, ഏത് ദിവസമാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, ആരുടെ കയ്യിലാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, എവിടെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം? ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇതൊക്കെ സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദ ഗുഡ്സ് ടു വിച്ച് എഗ്രിമെൻറ്റ് റിലേറ്റ്. എന്ത് അസറ്റാണ് നമ്മൾ വിറ്റിട്ടുള്ളത്? അപ്പോൾ ഈ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററായി വരുന്ന ഗുഡ്സ് എന്താണ്, അതും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ വ്യക്തമായി നൽകിയിട്ടുണ്ടായിരിക്കണം. ദെൻ ഇത്രയും ഡീറ്റെയിൽസിന് പുറമെ ഇപ്പോൾ ഈ സെക്ഷൻ 3 സെക്ഷൻ 4 പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ അപ്പാർട്ട് ഫ്രം ദിസ് ദർ മസ്റ്റ് ബി ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് എയ്തർ ബൈ ക്യാഷ് ഓർ ബൈ ചെക്ക്. നമ്മൾ എന്ത് നൽകിയിരിക്കണം? ഇത്രയും പറഞ്ഞ ഈ ഡീറ്റെയിൽസിനെല്ലാം പുറമെ എത്ര രൂപയാണ് മൊത്തത്തിൽ അടയ്ക്കേണ്ടത്, അത് ക്യാഷ് ആയിട്ടാണോ കൊടുക്കേണ്ടത്, ചെക്കായിട്ടാണോ നൽകേണ്ടത്, ഓൺലൈൻ പേയ്മെൻ്റ് ആണോ, അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കിയതായിരിക്കണം. ഈ എഗ്രിമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്ന പാർട്ടീസ് അതിൽ സൈൻ ചെയ്തിരിക്കണം. എഗ്രിമെൻറ്റ്സിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ മോഡ്, അതേപോലെ തന്നെ നമ്പർ, എമൗണ്ട്, ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഹയർ പർച്ചേസ് പ്രൈസ്, ക്യാഷ് പ്രൈസ്, എല്ലാ വിശദാംശങ്ങളും, പേയ്മെൻറ്റ് ക്യാഷ് ആയോ ചെക്കായാണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കണം. ആ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ടേംസ് അനുസരിച്ചാണ് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. റൈറ്റ്സ് ഓഫ് ഹയറർ. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു 2 പാർട്ടീസാണ് ഉള്ളത്. ഹയററും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ അസറ്റിൻ്റെ ഓണറും, അതായത് സെല്ലറും പർച്ചേസറും. അസറ്റ് നൽകുന്ന ആൾ ഓണർ, അസറ്റ് വാങ്ങിക്കുന്ന ആളാണ് നമ്മുടെ ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസിലെ പർച്ചേസർ. അപ്പോൾ ആ ഹയർ പർച്ചേസർക്കുള്ള അല്ലെങ്കിൽ ഹയറർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകതകൾ അറിയണം. ലാസ്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് വരെ അസറ്റിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ലഭിക്കില്ല? നമ്മുടെ ഹയർ പർച്ചേസർക്ക് ലഭിക്കില്ല. അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു തീർത്താൽ മാത്രമേ നമ്മൾക്ക് ടൈറ്റിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഡിഫാൾട്ട് വരുത്തിയാൽ അതുവരെ അടച്ച പൈസയെല്ലാം അസറ്റിൻ്റെ ഹയർ ചാർജായിട്ട് ട്രീറ്റ് ചെയ്യും. ബയർ ഈ അസറ്റ് ഉപയോഗിച്ചതിനുള്ള വാടകയായിട്ടാണ് അതുവരെ അടച്ച പേയ്മെൻ്റ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു പർച്ചേസർ ഡിഫാൾട്ട് വരുത്തുകയാണെങ്കിൽ ആ ഗുഡ്സ് റീപൊസസ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. അപ്പോൾ സെല്ലർ ഉപയോഗിക്കാൻ നൽകിയ അസറ്റ് അതിൻ്റെ പേയ്മെൻറ്റിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബയർ ഡിഫാൾട്ട് വരുത്തിയാൽ ആ ബയർക്ക് നൽകിയ അസറ്റ് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശം നമ്മുടെ സെല്ലർക്കുണ്ട്. ആ തിരിച്ചു പിടിക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റീപൊസഷൻ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡിഫാൾട്ട് ബൈ ദ ഹയറർ, ഏതിൽ? ഫോർ പേയിങ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ അസറ്റ് ഗിവൺ ടു ദ ബയർ. അതായത് ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് പേയ്മെൻറ്റ് നടത്തുന്നതിൽ ഏതെങ്കിലും ഒരു ബയർ വീഴ്ച വരുത്തിയാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം ബയർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകിയ അസറ്റ് സെല്ലർക്ക് തന്നെ തിരിച്ചെടുക്കാം.
കാരണം വാടകയ്ക്ക് നൽകുന്നത് പോലെ പൊസഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ, ഓണർഷിപ്പ് സെല്ലർ നൽകിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഹയറർ ഒരു ഡിഫാൾട്ട് വരുത്തിയാൽ ഓണർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം നൽകിയ അസറ്റ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു പിടിക്കാം അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വെൻഡറുടെ അല്ലെങ്കിൽ സെല്ലറുടെ അവകാശങ്ങളല്ല, വാങ്ങിക്കുന്ന ആൾക്കുള്ള അവകാശമാണ്. ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് ഹി ക്യാൻ റിട്ടേൺ ദ അസറ്റ്. അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിന് മുൻപേ എപ്പോൾ വേണമെങ്കിലും ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അവസാനിപ്പിക്കാനും കഴിയും, അതുപോലെ തന്നെ അസറ്റ് തിരിച്ചു കൊടുക്കാനും കഴിയും. അപ്പോൾ ഹയർ പർച്ചേസർ അസറ്റ് വാങ്ങിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു തീർത്താൽ മാത്രമേ അസറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായി മാറുകയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരെ പേയ്മെൻറ്റ് അടച്ചു തീർക്കണോ അതോ അതിൻ്റെ മുൻപേ അസറ്റ് തിരിച്ചു കൊടുക്കണോ എന്നെല്ലാം ആർക്ക് തീരുമാനിക്കാം? ഹയറർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു ഹയർ പർച്ചേസറുടെ അല്ലെങ്കിൽ ഹയററുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു റിട്ടേൺ ദ ഗുഡ്സ് ആണ്. ആ വസ്തു എപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ വാടകയ്ക്ക് നമ്മൾ വിളിച്ചൊരു വണ്ടി എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ സർവീസ് മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതേപോലെ ഹയർ പർച്ചേസിൽ വാങ്ങിയ അസറ്റ് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു നൽകാനുള്ള അവകാശം ഈ വാങ്ങിച്ച ആൾക്കുണ്ട്, ഹയറർക്കുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ അവകാശത്തിന് പുറമെ ബാക്കിയുള്ള അവകാശങ്ങൾ? ഏറ്റവും ആദ്യമായി പറയുന്നത്, ഇഫ് the buyer makes any default in the payment of installment, he has a right to receive notice from the owner in writing about the cancellation of agreement. അതായത് ബയറുടെ ഡ്യൂട്ടിയാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയ്മെൻറ്റ് നൽകുക എന്നുള്ളത്. അപ്പോൾ ആ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിൽ എപ്പോഴെങ്കിലും അദ്ദേഹം വീഴ്ച വരുത്തി എന്ന് വിചാരിക്കാം, ആ എഗ്രിമെൻ്റ് ഓണർക്ക് അപ്പോൾ ക്യാൻസൽ ചെയ്യാം. അതുവരെ കൊടുത്ത പൈസ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അസറ്റ് ബയർ ഉപയോഗിച്ചതിനുള്ള വാടകയായിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബയറുടെ ഡിഫാൾട്ട് മൂലം നമ്മുടെ ഓണർ ഈ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് കിട്ടാനുള്ള അവകാശം ബയർക്കുണ്ട്. അതായത് എഴുതി തയ്യാറാക്കിയ നോട്ടീസ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. എഴുതി തയ്യാറാക്കിയ നോട്ടീസ് ബയർക്ക് കൊടുത്തിട്ടേണ് എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ തെറ്റുവരുത്തിയത് ബയറാണ്, സെല്ലറാണ് അല്ലെങ്കിൽ ഓണറാണ് എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം ബയർക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് എത്ര ദിവസം മുന്നേ കൊടുക്കണം? പീരിയഡ് ഓഫ് നോട്ടീസ് കൃത്യമായി പറയുന്നുണ്ട്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും? ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് മോഡിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഏത് പീരിയഡിലാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത്? ഇഫ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് വീക്ക്ലി, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, ഇപ്പോൾ 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പീരിയഡ് ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് 1 വീക്കാണ്. ഒരാഴ്ച മുന്നേ നോട്ടീസ് കൊടുക്കണം. നിൻ്റെ ഈ എഗ്രിമെൻറ്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് ഓണർ നൽകുന്ന എഗ്രിമെൻ്റ് നോട്ടീസ് എത്ര ദിവസം മുന്നേ കൊടുക്കണം? 7 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ കൊടുക്കണം. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെങ്കിൽ വീക്ക്ലി പേയ്മെൻ്റ് ആണെങ്കിൽ. ഇനി അതല്ല, വീക്ക്ലി പേയ്മെൻ്റ് അല്ല, മറ്റേതെങ്കിലും മോഡാണെന്ന് വിചാരിക്കുക, മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ ആണെങ്കിൽ അത്തരം കേസിൽ ഓണർ കൊടുക്കുന്ന നോട്ടീസിൻ്റെ പീരിയഡ് എങ്ങനെയായിരിക്കണം? 2 വീക്സ് ആയിരിക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ആഴ്ച മുൻപെങ്കിലും നമ്മൾ നോട്ടീസ് കൊടുക്കണം. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നടത്തുന്ന ആളാണ്, ഈ മാസം ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ വീഴ്ച വരുത്തി, അപ്പോൾ സെല്ലർ തീരുമാനിക്കുകയാണ് ആ എഗ്രിമെൻറ്റ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ കാര്യം 2 ആഴ്ച മുന്നെയെങ്കിലും ആരെ അറിയിക്കണം? നമ്മുടെ ബയറെ അറിയിക്കണം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് വീക്ക്ലി അല്ല, അതിനേക്കാൾ കൂടിയ പീരിയഡാണെങ്കിൽ, മറ്റേത് പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണെങ്കിലും 2 ആഴ്ച മുന്നേ നോട്ടീസ് കൊടുത്തിരിക്കണം. ഡിഫാൾട്ട് ചെയ്തത് ആരാ? ബയറാണ്, എങ്കിലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് റൈറ്റ് ടു റീപൊസസ്. അത് ആരുടെ അവകാശമാണ്?
ഓണറുടെ അവകാശമാണ്. ഗുഡ്സ് തിരിച്ചു പിടിക്കാനുള്ള അവകാശം. നമ്മുടെ ഹയറർ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അദ്ദേഹത്തിന് നൽകിയ അസറ്റ് തിരിച്ചെടുക്കാനുള്ള അവകാശം നമ്മുടെ ഓണർക്കുണ്ട്. പക്ഷേ അത് എല്ലാ കേസിലും പ്രാക്ടിക്കൽ ആവില്ല. തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാ കേസിലും അതിൽ ആ അവകാശം നടപ്പിലാക്കാൻ കഴിയാറില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ റൈറ്റ് നടപ്പിലാക്കാൻ കഴിയാത്തത്? റൈറ്റ് ടു പൊസസ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഏതൊക്കെ കേസിലാണ് ഇത് നടപ്പിലാക്കാൻ കഴിയാത്തത്? ഏറ്റവും ആദ്യമായി പറയുന്നത് where the higher purchase price of the product is less than 15,000 and one half of the higher purchase price has been paid. അതായത് നമ്മൾ വാങ്ങിച്ച അസറ്റിൻ്റെ വില ഹയർ പർച്ചേസ് പ്രൈസ് എത്രയിലും കുറവാണ്? 15,000 കുറവാണ്, 15,000 രൂപയിലും കുറവാണ്. അതേസമയം തന്നെ 1/2 of the higher purchase price has been പെയ്ഡ്. ഇതിൻ്റെ പകുതിയെങ്കിലും വാങ്ങിച്ച ആൾ അടച്ചു തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പിന്നീട് ആ ഗുഡ്സ് പോയി റീപ്രോസസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 15,000 രൂപയിൽ കുറവുള്ള വിലയുള്ള പ്രോഡക്റ്റ് അതിൻ്റെ പകുതിയിലധികം ബയർ അടച്ചു തീർത്തിട്ടുണ്ട്. ആ കേസിൽ പിന്നീട് ഒരു പേയ്മെൻറ്റിൽ വീഴ്ച വരുത്തുമ്പോൾ സെല്ലർ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പാടില്ല. Then if the higher purchase is higher than 15,000, ഇനി 15,000-ൽ കൂടുതൽ വിലയുള്ള അസറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ 3/4 of the higher purchase price has been paid. അപ്പോൾ നമ്മൾ പകുതി അടച്ചത് കൊണ്ട് നമ്മൾക്ക് റീപൊസഷൻ ക്യാൻസലായി പോവില്ല. അപ്പോൾ എത്ര അടയ്ക്കണം? 3/4 അടയ്ക്കണം. അപ്പോൾ 15,000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള അസറ്റ് ആണെങ്കിൽ ആ അസറ്റിൻ്റെ 3/4 ഭാഗത്തിലധികവും നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം അസറ്റ് ഒരിക്കലും സെല്ലർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇനി ഈ അസറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെന്ന് വിചാരിക്കാം. നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള അസറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ ആദ്യത്തെ കേസ് പറയുന്നത് ഇഫ് ദ ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ലെസ് ദാൻ 5,000, 5,000 രൂപയിൽ കുറവുള്ള മോട്ടോർ വെഹിക്കിൾ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. അതിൻ്റെ പകുതി നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിൾ റീപ്രോസസ് ചെയ്യാൻ സെല്ലർക്ക് കഴിയില്ല. 5,000 രൂപയിലും മുകളിലുള്ളത് ഹയർ പർച്ചേസ് പ്രൈസ് 5,000-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ 3/4 എങ്കിലും നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ അത്തരം അസറ്റ്സും സെല്ലർക്ക് റീപ്രോസസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബയർ വീഴ്ച വരുത്തിയാലും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 5,000-ൽ കൂടുതലാണ്, പക്ഷേ അതിൻ്റെ 3/4 ഭാഗവും ബയർ അടച്ചു തീർത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ കേസിലും സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അസറ്റ് റീപ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ കേസിലാണ് റീപ്രൊസഷൻ നിലനിൽക്കാത്തത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റുകളൊക്കെ പറഞ്ഞത് ഒന്നുകിൽ 1/2 ആണ് അല്ലെങ്കിൽ 3/4 ആണ്. അപ്പോൾ ഈ പേയ്മെൻറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ 9/10 ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ 9/10 വരെ ഈ ലിമിറ്റ് ഉയർത്താൻ, ഇവിടെ നമ്മൾ 3/4 1/2 എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 15,000 രൂപയിൽ കൂടുതലാണെങ്കിൽ, മോട്ടോർ വെഹിക്കിളൊക്കെ ആണ് അതിൻ്റെ വില 15,000 രൂപയിൽ കൂടുതലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മിനിമം 10ൽ 9 ഭാഗമെങ്കിലും ബയർ അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ അവിടെയും സെല്ലർക്ക് എന്തിനുള്ള അവകാശമില്ല? ബയറുടെ ഡിഫാൾട്ട് പറഞ്ഞുകൊണ്ട് ആ പ്രൊഡക്റ്റ് തിരിച്ചു പിടിച്ചെടുത്തുകൊണ്ട് വരാനുള്ള അവകാശം ഇല്ല. പിന്നെ മൂന്നാമത്തെ, ഇപ്പോൾ ഇത്രയും റീപൊസഷൻ നടക്കാതിരിക്കാനുള്ള അവകാശത്തിൻ്റെ സബ് പോയിന്റുകളായി പറഞ്ഞതാണ്. മൂന്നാമത്തെ അവകാശം, നമ്മുടെ ഹയറർക്കുള്ള മൂന്നാമത്തെ അവകാശമാണ് റൈറ്റ് ടു റിസീവ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് പേയ്മെൻറ്റ് ബൈ പേയിങ് ₹1 ഫോർ എക്സ്പെൻസ്. മൂന്നാമത്തെ അവകാശമായി പറയുന്നത് നമ്മൾ ഇതുവരെ എത്ര രൂപ അസറ്റിനു വേണ്ടി കൊടുത്തു, ഇനി എത്ര രൂപയാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്,
അങ്ങനെയുള്ള പേയ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റായി എഴുതി ഓണറിൽ നിന്ന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 1 രൂപ പേയ്മെൻറ്റ് കൊടുക്കണം. ഓണർക്ക് 1 രൂപ പേയ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസിന് വേണ്ടി 1 രൂപയുടെ പേയ്മെൻറ്റ് കൊടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരിൽ നിന്ന് ലഭിക്കും? ഓണറിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു അവകാശവും നമ്മുടെ ഹയർ പർച്ചേസർക്ക് ഉണ്ട്. ദെൻ 4ാമത്തെ അവകാശമായിട്ട് പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 പ്രൈസാണുള്ളത്. ഒന്ന് ക്യാഷ് പ്രൈസും പിന്നെ ഒന്ന് ഹയർ പർച്ചേസ് പ്രൈസും. അപ്പോൾ ഈ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു പ്രോഡക്റ്റ് നമ്മൾ ജനുവരി 1-ാം തീയതി വാങ്ങിച്ചു. അതിൻ്റെ ടോട്ടൽ പ്രൈസ് 10,000 രൂപയാണ്. ജനുവരി 1-ാം തീയതി നമ്മൾ വാങ്ങിച്ചു, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10,000 രൂപയാണ്. 1000 രൂപ വെച്ച് 10 മാസം നമ്മൾ അടയ്ക്കും, 10 ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഓരോ മാസവും അവസാനത്തിലാണ് അടയ്ക്കുന്നതെങ്കിൽ, 1 ജനുവരിക്കാണ് വാങ്ങിച്ചത്, അപ്പോൾ 31 ജനുവരിക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കും, ഫെബ്രുവരി ലാസ്റ്റിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കും, മാർച്ചിൽ കൊടുക്കും, അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റ് വരെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആഗസ്റ്റ് ലാസ്റ്റ് വരെ കൊടുത്തു. ആഗസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം കലണ്ടർ ഇയറിൽ 8ാമത്തെ മാസമാണ്. അപ്പോൾ 8 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത്? 8 ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 8000 രൂപ നമ്മൾ ആ സെറ്റിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുത്തു. ഓഗസ്റ്റിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ല. പക്ഷേ ഓഗസ്റ്റ് ലാസ്റ്റ് ഡേറ്റിൽ ആ പ്രൊഡക്റ്റിൻ്റെ വില 3000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ടോട്ടൽ ഇത് നോക്കാം. എമൗണ്ട് അപ് ടു ദ റീപൊസഷൻ ഡേറ്റ്, നമ്മൾ എത്ര രൂപ ഇതുവരെ പേയ്മെൻറ്റ് കൊടുത്തു, പ്ലസ് വാല്യൂ ഓഫ് ദ അസറ്റ് ഓൺ റീപൊസഷൻ ഡേറ്റ്. റീപൊസഷൻ ഡേറ്റിലെ അസറ്റിൻ്റെ വാല്യൂവും കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ ഇവിടെ എത്രയായി? 8000ഉം 3000ഉം കൂട്ടിയപ്പോൾ 11,000 രൂപയായി. അസറ്റിൻ്റെ വാല്യൂ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിനേക്കാൾ ഇത് കൂടുതലാണ്. നമ്മൾ ഇതുവരെ അടച്ച പൈസയും ആ വീഴ്ച വരുത്തിയ ദിവസം അസറ്റ് വിറ്റാൻ കിട്ടുന്ന പൈസയും രണ്ടും കൂടെ കൂട്ടിയപ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ ദ ഹയർ പർച്ചേസ് പ്രൈസ്, ആൻഡ് ഇൻ ദിസ് കേസ് ദ ഓണർ ഹാസ് ടു പേ ദ എക്സസ് എമൗണ്ട് ടു ദ ബയർ. അപ്പോൾ 8ാമത്തെ മാസം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നടത്തിയപ്പോൾ നമ്മൾക്ക് വീഴ്ച വന്നു, നമുക്ക് പിന്നെ അടയ്ക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബയർക്ക് എന്ത് ചെയ്യാം? അസറ്റ് റീപ്രോസസ് ചെയ്യാം അല്ലേ? അപ്പോൾ അസറ്റ് റീപ്രോസസ് ചെയ്യുന്ന സമയത്ത് ഓണർ വാല്യൂ കണക്കാക്കി നോക്കുകയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണ്? 10,000 രൂപയാണ്. ഇയാൾ ഇത്ര ദിവസം എത്ര രൂപ അടച്ചു? 8000 രൂപ അടച്ചു. ഇന്ന് ഈ അസറ്റ് വിറ്റാൽ എത്ര രൂപ കിട്ടും? 3000 രൂപ കിട്ടും. അപ്പോൾ ടോട്ടൽ 8000 3000 നോക്കുമ്പോൾ 11,000 രൂപയോളം ബയർക്ക് അവകാശപ്പെട്ടതാണ്. ആക്ച്വലി ബയർ നമ്മൾക്ക് എത്രയേ തരണ്ടുള്ളൂ? 10,000. അപ്പോൾ ഒരു 1000 രൂപ ബയർക്ക് അവകാശപ്പെട്ട അധികമുണ്ട്. ഈ 1000 വെൻഡർ ആർക്ക് കൊടുക്കണം? ബയർക്ക് കൊടുക്കണം. വെൻഡർ ഈ അസറ്റ് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഓണർ ഇത് ക്യാൻസൽ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഈ എക്സ്ട്രാ വരുന്ന 1000 രൂപ ആർക്ക് കൊടുക്കണം? ബയർക്ക് നൽകണം. അങ്ങനെ ബയർക്ക് നൽകുമ്പോൾ അതിൽ വേറൊരു ടേം ഉണ്ട്. ഇഫ് ദ വെൻഡർ ഓർ ഇഫ് ദ ഓണർ ഇൻകേഴ്സ് എനി എക്സ്പെൻസ് റിലേറ്റിംഗ് ടു റിപ്പയർ, ടാക്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ രണ്ടാമത് പിടിച്ചുകൊണ്ട് വന്ന ഈ അസറ്റ് ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ടാക്സ് ഒക്കെ കൊടുക്കാണ്ടെന്ന് വിചാരിക്കാം. ആ എമൗണ്ടൊക്കെ ഇതിന്ന് മൈനസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ആ അസറ്റിന് 8000 രൂപ ബയർ അടച്ചു കഴിഞ്ഞു, ഇന്ന് വിറ്റാൽ അതിന് 3000 കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രൈസ് 11,000. 10,000 ഹയർ പർച്ചേസ് പ്രൈസുള്ളൂ. അപ്പോൾ 1000 രൂപ അധികം ബയർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ അസറ്റ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ 200 രൂപയ്ക്ക് അതിന് റിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ആ അസറ്റ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം 200 രൂപയ്ക്ക് റിപ്പയർ ചെയ്യണം. അപ്പോൾ അത് ഓണർക്ക് വരുന്ന ചിലവല്ലേ? അപ്പോൾ ഈ 1000-ൽ നിന്ന് റിപ്പയറിങ് ചാർജായ 200 കൂടെ കുറച്ചിട്ടേണ് നമ്മൾ ആർക്ക് കൊടുക്കുള്ളൂ? ബയർക്ക് നൽകുള്ളൂ. അപ്പോൾ ഇങ്ങനെ 5 ഏകദേശം 4, അതായത് ഈ രണ്ടാമത്തെ പോയിന്റിൽ സബ് പോയിന്റുകൾ കുറവ് വരുന്നുണ്ട്.
അങ്ങനെ പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് കൂട്ടിയാൽ 5 അവകാശം. അത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്, നമ്പർ ഇട്ട് ബാക്കി അവകാശങ്ങൾ എഴുതുന്നുള്ളൂവെങ്കിൽ 4 അവകാശം. അത്രയും അവകാശങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ ഒരു പാർട്ടിയായ ഹയർ പർച്ചേസർക്കുണ്ട്, അല്ലെങ്കിൽ ഹയറർക്ക് ഉണ്ട്. ഹയർ പർച്ചേസ് അക്കൗണ്ട് പോർഷൻ 1 ഫസ്റ്റ് പോർഷനിൽ വരുന്ന കുറച്ച് തിയറി പോർഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതുപോലെ തന്നെ ട്രൂ ഓർ ഫാൾസും. ഇത് ഓരോ ചാപ്റ്ററിൽ നമ്മൾ തിയറി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാദ്യം സ്വയം ചെയ്ത് നോക്കാം, ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ലാസ്റ്റിൽ ആൻസർ ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഈ തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഒന്ന്, കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് മെയിൻ എയ്തർ എ സെയിൽ ഓർ ആൻ ഡാഷ് ടു സെൽ എന്നാണ്. അതായത് നമ്മുടെ ഈ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്, നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, നമ്മൾ വസ്തുക്കൾ വിൽക്കുന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വിൽപ്പന കരാറ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വിൽപ്പന അല്ലെങ്കിൽ വിൽക്കാമെന്ന് സമ്മതിക്കൽ. നിങ്ങൾ മർക്കൻഡൈൽ ലോയിലൊക്കെ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്നത് എന്തായിരിക്കും? എഗ്രിമെൻറ്റ് ടു സെൽ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എ ഹയർ പർച്ചേസ് സെയിൽ ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ. രണ്ടും റിലേറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് അണ്ടർ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് ടു പാസ് അപ്പോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് സെർട്ടൈൻ കണ്ടീഷൻസ്. അതായത് ഈ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ തിയറി പറയുമ്പോൾ അപ്പോൾ അവിടെ 2 ഭാഗത്ത് വരെ ഏതൊക്കെയാണ്? ഒന്ന് പാസ് ചെയ്യുക, അതായത് ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ ഒന്ന് നിബന്ധനകൾ, കണ്ടീഷൻസും. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉടമസ്ഥാവകാശം പാസ് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൈൻ കണ്ടീഷൻസ്. നമ്മൾ ആ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറഞ്ഞപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ദെൻ നാലാമതായി പറയുന്നത് എന്താ? അണ്ടർ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ഡാഷ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ അസറ്റിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ നൽകുന്നത്? ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്. അപ്പോൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ദെൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഹയറർ അല്ലെങ്കിൽ പർച്ചേസർ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുമ്പോഴും ആ ഇൻസ്റ്റാൾമെൻറ്റിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഹയർ ചാർജ്, വാടകയ്ക്ക് കൊടുത്താൽ വാടക കിട്ടുന്നത് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹയർ ചാർജ്. ദെൻ ഇഫ് ദ പർച്ചേസർ ഫെയിൽസ് ടു പേ ഈവൻ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ കൂടി നമ്മുടെ പർച്ചേസർ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ദ സെല്ലർ വിൽ ബി എൻറ്റൈറ്റിൽഡ് ഡാഷ് ദ ഗുഡ്സ്. സെല്ലർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ആ ഗുഡ്സ് തിരിച്ചു പിടിക്കാൻ. അപ്പോൾ റീപൊസസ് ദ ഗുഡ്സ്, ഗുഡ്സ് തിരിച്ച് സ്വന്തം അവകാശത്തിലാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? സെല്ലർക്കുണ്ട്. ദെൻ അടുത്തതായി എന്താ പറയുന്നത്? ഫ്രം ദ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ, നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഡാഷ്. നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? മെയ്ഡ് ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയതായിരിക്കണം. നമ്മൾ സെക്ഷൻ 2ലും 3ലും 4ലും പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. 2ൽ ഡെഫിനിഷൻ, 3ൽ പറയുന്നുണ്ട് റൈറ്റിംഗ് ആയിരിക്കണം, കൺസേൺഡ് പാർട്ടീസ് സൈൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ അടുത്തതായി പറയുന്നത് എന്താ? എ ഹയറർ ഹാസ് ദ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻ്റ് ആണ്. ഹയറർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? എഗ്രിമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം. ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈ പേയിങ് ദ സെല്ലർ ദ അഗ്രീഡ് എമൗണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിൽ ആ എഗ്രിമെൻ്റ് അവസാനിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഹയറർക്കുണ്ട്. അടുത്തത് എന്താ പറയുന്നത്? ഒരു ഹയറർക്ക് എ ഹയറർ മേ അസൈൻ ഹിസ് ഡാഷ് ആൻഡ് ഇൻട്രസ്റ്റ് അണ്ടർ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയറർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ
ടൈറ്റിൽ ഉണ്ടല്ലോ, ഉടമസ്ഥാവകാശവും അതിൻ്റെ ഇൻട്രസ്റ്റും, അത് അസൈൻ ചെയ്യാം, കൈമാറ്റം ചെയ്യാം. അപ്പോൾ അവിടെ വരിക റൈറ്റ് ടു ടൈറ്റിൽ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ടൈറ്റിൽ, ഉടമസ്ഥാവകാശം, അതേപോലെ തന്നെ ആൻഡ് ഇൻട്രസ്റ്റ്. അത്രയും കാര്യങ്ങളാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്നത്. പിന്നെ ഒരു 5-6 ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ശരിക്ക് ഇതിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ വർക്ക് ചെയ്താൽ മതി തിയറി വായിച്ച് നോക്കിയിട്ട്. ഫസ്റ്റിൽ പറയുന്നത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് ആൻ ഔട്ട്റൈറ്റ് സെയിൽ ട്രാൻസാക്ഷൻ. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോഴേ നമ്മൾ പൈസ കൊടുത്ത് ഉടമസ്ഥാവകാശം വാങ്ങുന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ് ട്രാൻസാക്ഷൻ ആണോ? അല്ല. അപ്പോൾ അതെന്താണ്? ഫാൾസാണ്. രണ്ടാമതായി പറയുന്നത് ഇഫ് ദ ഹയറർ ഫെയിൽസ് ടു പേ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഹയറർ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ദ എമൗണ്ട്സ് പെയ്ഡ് ഏർലിയർ ആർ കൺസിഡേർഡ് ആസ് ഹയർ ചാർജസ്. അത്രയും കാലം അടച്ച പേയ്മെൻറ്റിനെ വാടകയായി കണക്കാക്കും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ അത് ട്രൂ. ദെൻ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താ അറിയണം? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്താണ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്താണ് എന്നറിയണം. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കി കഴിഞ്ഞത്, എക്സിക്യൂട്ടറി എന്ന് പറയുന്നത് പിന്നീട് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറൊക്കെ നടന്നു കഴിഞ്ഞു, പക്ഷേ പേയ്മെൻറ്റ് എങ്ങനെയാണ്? ഡെഫേർഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ എക്സിക്യൂട്ടറി അല്ലേ, പേയ്മെൻറ്റ് പിന്നീട് നടത്തുന്നതല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എക്സിക്യൂട്ടഡ് ആണോ? ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ നമ്മൾ ഡീറ്റെയിലായി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അടുത്ത ചാപ്റ്ററിൽ വരും. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എക്സിക്യൂട്ടറി എന്ന് രണ്ടും കൂടെ ഒരേപോലെ, ഒന്ന് എക്സിക്യൂട്ടഡ് ആണോ ഒന്ന് എക്സിക്യൂട്ടറി ആണെന്ന് പറയാൻ കഴിയില്ല, അത് ഫാൾസ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിലായി പഠിക്കും. ദെൻ ഇഫ് ദ ഹയറർ ഓപ്സ് ഫോർ, അതായത് ഇതിൽ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ ഇൻസ്റ്റാൾമെൻറ്റ് സെയിലാണ് കേട്ടോ, പ്രോഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ല പറയുന്നത്. 2 സിസ്റ്റം ഓഫ് സെയിലാണ് ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെൻറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇഫ് ദ ഹയറർ ഓപ്സ് ഫോർ ഫുൾ പേയ്മെൻറ്റ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് റിബേറ്റ് ഷുഡ് ബി അവൈലബിൾ ടു ഹിം. നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ മുന്നേ കൂട്ടി മൊത്തം പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ശരിയാണ്, ട്രൂ ആണ്. Then a seller cannot repossess the goods if the purchaser fails to pay the last installment only. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ അടയ്ക്കാനുള്ളൂവെങ്കിൽ ആ സമയത്ത് സെല്ലർക്ക് റീപ്രൊസസ് ചെയ്യാൻ കഴിയില്ല. തെറ്റാണ്, കഴിയും. ആ നിബന്ധനകൾക്ക് വ്യത്യസ്തമായ അല്ലെങ്കിൽ. ഇനി ലാസ്റ്റിൽ പറയുന്നത് എന്താ? ഹയർ പർച്ചേസ് ആക്ട് 1972 ഈസ് ഇൻ ഓപ്പറേഷൻ നൗ. ദെൻ ascertainment of interest, cash price and higher purchase price separation. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു അസറ്റിൻ്റെ വാല്യൂ പേയ്മെൻറ്റ് നൽകുന്നത് എങ്ങനെയാണ്? ബയർ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെയാണ്. അപ്പോൾ ഒരു അസറ്റിന് റെഡി ക്യാഷായി കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ 8000 രൂപയാണെന്ന് വിചാരിക്കാം. റെഡി ക്യാഷ് പേയ്മെൻറ്റിലൂടെ ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ നൽകേണ്ടത് അതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അത് 8000 രൂപയാണ്. പക്ഷേ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഈ മൊത്തം പ്രൈസും ഒറ്റ തവണയായി നൽകുന്നില്ല. പല ഇൻസ്റ്റാൾമെൻറ്റുകളിലായി കുറേ സമയമെടുത്താണ് പേയ്മെൻറ്റ് മുഴുവനാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അസറ്റിന് ചിലപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു 10000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. 1000 രൂപയുടെ 10 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നൽകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 10000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നോർമൽ പ്രാക്ടീസിൽ എല്ലായ്പ്പോഴും ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടാനുള്ള കാരണം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഏറ്റവും ലാസ്റ്റിൽ മാത്രമാണ് അസറ്റ് പർച്ചേസറുടേതായി മാറുന്നുള്ളൂ. അത്രയും സമയം അതിൻ്റെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നത് നമ്മുടെ സെല്ലറാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസ്കിന് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണ്ടേ. അതേപോലെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമായി പേയ്മെൻറ്റ് നൽകുന്നതിനുള്ള ലോങ് ടേമിൽ ഇത്രയും പീരിയഡ് ഇതിന് കൂട്ടി നൽകുന്നതിനുള്ള ഒരു ചാർജ്, അതാണ് ഇൻട്രസ്റ്റ് ചാർജ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻസിനെ കൺസിഡർ ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് പ്രൈസ് ആൻഡ് ഹയർ പർച്ചേസ് പ്രൈസ് വിൽ ബി ട്രീറ്റഡ് ആസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ആ എഗ്രിമെൻ്റ് പ്രകാരം ഒരു ബയർ എത്രയാണോ അസറ്റിന് നൽകേണ്ടി വരുന്ന വില, പ്രൈസ് ടു ബി പെയ്ഡ് ബൈ എ ബയർ ഫോർ ദാറ്റ് അസെറ്റ്. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് പെയ്ഡ് ബൈ ദ ബയർ ഫോർ റെഡി ക്യാഷ് പർച്ചേസ് ആൻഡ് ആൾവേസ് the cash price will be less than the higher purchase price, and the difference between higher purchase price and cash price will be treated as total interest. അപ്പോൾ നമ്മൾക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിൻ്റെ തുകയാണ്? ടോട്ടൽ ഓഫ് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. HPP ഈക്വൽ ടു CP പ്ലസ് I. ക്യാഷ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടിയതാണ് ഹയർ പർച്ചേസ് പ്രൈസ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നോക്കി നോക്കൂ, ക്യാഷ് പ്രൈസ് 8000 രൂപയാണ്, ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണ്? 10000. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് 10000 രൂപയാണ്, അതിൻ്റെ ക്യാഷ് പ്രൈസ് 8000 ആണ്. അപ്പോൾ ബാക്കി വരുന്ന 2000 രൂപ, ഈ 8000ഉം 10000ഉം തമ്മിലുള്ള ഡിഫറൻസ് ആ 2000 രൂപയാണ് ആ അസറ്റിന് ഇൻട്രസ്റ്റ് ആയിട്ട് ബയർ നൽകേണ്ടി വരുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിൽ 2 എലമെൻറ്റ് വരുന്നുണ്ട്. ക്യാഷ് പ്രൈസിൻ്റെ എലമെൻറ്റുമുണ്ട്, ഇൻട്രസ്റ്റിൻ്റെ എലമെൻറ്റുമുണ്ട്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ നമ്മൾ അടയ്ക്കുമ്പോഴും ആ ഇൻസ്റ്റാൾമെൻറ്റിൽ കുറച്ച് പൈസ ക്യാഷ് പ്രൈസിലേക്ക് പോവും, കുറച്ച് പൈസ ഇൻട്രസ്റ്റുമായിരിക്കും. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിൽ ക്യാഷ് പ്രൈസുമുണ്ട്, ഇൻട്രസ്റ്റുമുണ്ട്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് നൽകുമ്പോഴും അതിൻ്റെ ഒരു പോർഷൻ ക്യാഷ് പ്രൈസുമാണ്, ഒരു പോർഷൻ ഇൻട്രസ്റ്റുമാണ്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ വരുന്നതാണ്? ക്യാപിറ്റൽ നാച്ചുറാണ്, നമ്മൾ അസറ്റിൻ്റെ വാല്യൂവിലേക്കുള്ളതാണ്. അപ്പോൾ ക്യാഷ് പ്രൈസ് ക്യാപിറ്റൽ നാച്ചുറുള്ള ഐറ്റമാണ്. ഇൻട്രസ്റ്റോ ഓരോ വർഷവും എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളത്, പേയ്മെൻറ്റ് അടയ്ക്കാൻ ബാക്കിയുള്ളത്, അതിൻ്റെ നിശ്ചിത ശതമാനമാണ് നമ്മൾ ഓരോ വർഷവും ഇൻട്രസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ നാച്ചുറാണ്. അപ്പോൾ ക്യാഷ് പ്രൈസ് ക്യാപിറ്റൽ നാച്ചുറാണ്, ഇൻട്രസ്റ്റ് റവന്യൂ നാച്ചുറാണ്. രണ്ടും കൂടെ നമ്മൾക്ക് കൂട്ടിയിട്ട്, അതായത് ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് അക്കൗണ്ട്സിൽ എഴുതാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു പോർഷൻ ക്യാപിറ്റൽ നാച്ചുറലുള്ളതാണ്, ഒരു പോർഷൻ റവന്യൂ നാച്ചുറലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സെപ്പറേറ്റ് ദ ഹയർ പർച്ചേസ് പ്രൈസ് ഇൻ ടു ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോ എലമെൻറ്റും, അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അടയ്ക്കുമ്പോൾ അതിൽ ക്യാഷ് പ്രൈസിലേക്ക് എത്രയാ, ഇൻട്രസ്റ്റിലേക്ക് എത്രയാണെന്ന് വേറെ വേറെ എഴുതണം. കാരണം ഈ ഇൻട്രസ്റ്റൊക്കെ അതാത് വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾക്ക് റവന്യൂ ഐറ്റമായിട്ട് പലിശയായി നൽകുന്ന എക്സ്പെൻസാണ്. അപ്പോൾ ക്യാഷ് പ്രൈസിൻ്റെ എലമെൻറ്റ് ക്യാപിറ്റൽ നാച്ചുറായി എടുത്ത് ട്രീറ്റ് ചെയ്യും, ഇൻട്രസ്റ്റിൻ്റെ എലമെൻറ്റ് റവന്യൂ നാച്ചുറലും ട്രീറ്റ് ചെയ്യും. ഇനി സാധാരണ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും ഒക്കെ പറഞ്ഞു. അപ്പോൾ അസറ്റ് ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? സെല്ലറും ബയറും, അല്ലെങ്കിൽ നമ്മുടെ ഓണറും ഹയർ പർച്ചേസറും. അപ്പോൾ ഓണർ പറയാണ് 10000 രൂപയുള്ള അസറ്റാണ് ഞാൻ നിനക്ക് നൽകുന്നത്. ക്യാഷ് പ്രൈസ് 8000 ആണ്, ഹയർ പർച്ചേസ് പ്രൈസ് 10000. അസറ്റ് ജനുവരി 1 എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത്. ജനുവരി 1, 2020 എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് ഞാൻ ഇന്ന് നിനക്ക് തരാം, പക്ഷേ ഈ അസറ്റ് ലഭിക്കുമ്പോൾ ആദ്യം നീ എനിക്കൊരു 2000 രൂപ ഇപ്പം തന്നെ തരണം. ബാക്കിയുള്ള 8000 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 1000 1000 അങ്ങനെ തന്നാൽ മതി. അങ്ങനെ നമ്മളോട് പറഞ്ഞു.
അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ 10,000 രൂപയാണ് ഹയർ പർച്ചേസ് പ്രൈസ്. അതിൽ 2,000 എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പേയ്മെൻറ്റിന് നമ്മളൊരു പേര് പറയും, ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. Cash down payment refers to the portion of the price of the asset paid by the buyer at the time of entering the agreement or at the beginning of the contract. ഹയർ പർച്ചേസ് കോൺട്രാക്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ബയർ അസറ്റിൻ്റെ പ്രൈസിലേക്ക് ഒരു പോർഷൻ പേയ്മെൻറ്റ് കൊടുക്കുന്നു. പേയ്മെൻറ്റിൻ്റെ ഒരു ഭാഗം അപ്പോൾ തന്നെ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. അതിലെന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അല്ല, നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ്. 2,000 രൂപ അപ്പോഴേ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ പ്രശ്നമില്ല. കൊടുക്കാൻ ബാക്കിയുള്ള എമൗണ്ടിനല്ലേ നമ്മൾ പലിശ കൊടുക്കേണ്ടല്ലോ. അപ്പോൾ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റിൽ എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂടിയതാണ്. ക്യാഷ് പ്രൈസ് ക്യാപിറ്റൽ നാച്ചുറാണ്, ഇൻട്രസ്റ്റ് റവന്യൂ നാച്ചുറാണ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ക്യാഷ് പ്രൈസിലേക്കുള്ള പോർഷനും ഉണ്ടാവും, ഇൻട്രസ്റ്റിലേക്കുള്ള പോർഷനും ഉണ്ടാവും. അത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കണം. ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലെന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നോക്കി നോക്കൂ, ടോട്ടൽ 10,000 രൂപയാണ് ഹയർ പർച്ചേസ് പ്രൈസ്. അതിൽ 2,000 നമ്മൾ എന്തായിട്ട് കൊടുത്തു, ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുത്തു. ഇനി ബാക്കി എത്ര രൂപ കൊടുക്കാനുണ്ട്, 8,000 രൂപ കൊടുക്കാനുണ്ട്. ആ 8,000ത്തിലേക്ക് ആദ്യം 1,000 കൊടുക്കും, ദെൻ പിന്നെ 1,000 കൊടുക്കും. അങ്ങനെ 8 പ്രാവശ്യം 1,000 കൊടുക്കും. അപ്പോൾ ഓരോ വർഷവും പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കുറഞ്ഞു വരല്ലേ. അതായത് കൊടുക്കാനുള്ള സംഖ്യ കുറഞ്ഞു വരല്ലേ. ക്യാഷ് പ്രൈസിൻ്റെ പോർഷൻ ആണെങ്കിലും ഹയർ പർച്ചേസ് ആണെങ്കിലും 8,000ത്തിലേക്ക് 1,000 കൊടുത്താൽ പിന്നെ അടുത്ത വർഷത്തേക്ക് അത് 7,000 ബാക്കിയുള്ളൂ. 7,000ത്തിലേക്ക് വീണ്ടും 1,000 കൊടുക്കുമ്പോൾ 6,000 ബാക്കിയുള്ളൂ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഓരോ പീരിയഡിൻ്റെ എൻഡിലും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ മുകളിലാണ് പലിശ കണക്കാക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ ഈ വർഷം എത്ര കൊടുക്കാനുണ്ട്, അതിൻ്റെ 10% ഈ വർഷത്തെ പലിശ. അപ്പോൾ അടുത്ത വർഷം വരുമ്പോഴേക്കും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കുറയും. നമ്മൾ പേയ്മെൻറ്റ് നൽകുന്നതിനനുസരിച്ച് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയും തോറും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കുറഞ്ഞു വരും. ഫസ്റ്റ് ഇയറിൽ കൊടുക്കാനുള്ള അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും. കാരണം ഓരോ ഇയർ എൻഡിലുമുള്ള പീരിയഡിൻ്റെ എൻഡിലുമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഇൻ എ റെഡ്യൂസ്ഡ് മാനർ. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ വർഷം കഴിയും തോറും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1,000 രൂപ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 900 രൂപ ക്യാഷ് പ്രൈസിലേക്കും 100 രൂപ പലിശയാവും. ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും ചിലപ്പോൾ 920 രൂപ ക്യാഷ് പ്രൈസിലേക്കും 80 രൂപ പലിശയുമാവും. തൊട്ടടുത്തതാകുമ്പോഴേക്കും 900 ക്യാഷ് പ്രൈസിലേക്കും 900 അല്ല, എമൗണ്ട് കൂടി വരും. 930 ക്യാഷ് പ്രൈസിലേക്കും 70 പലിശയിലേക്കുമാവും. അങ്ങനെ അവസാനം വരുമ്പോൾ ചിലപ്പോൾ 980 ക്യാഷ് പ്രൈസിലേക്ക് 20 രൂപ പലിശയിലേക്ക് ഉണ്ടാവും. അങ്ങനെ പലിശയുടെ എമൗണ്ട് ഓരോ വർഷം കുറയും തോറും കുറഞ്ഞു വരും. കാരണം ഇൻട്രസ്റ്റ് എന്തിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾക്ക് ഓർമ്മ വേണം. എന്താണ് ഹയർ പർച്ചേസ് പ്രൈസ്, എന്താണ് ക്യാഷ് പ്രൈസ്, ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂട്ടിയാൽ, അതായത് ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റും ഉണ്ടാവും, ക്യാഷ് പ്രൈസിലേക്കുള്ള കോൺട്രിബ്യൂഷനും ഉണ്ടാവും. അതേപോലെ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ്. ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ പേയ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവില്ല. അത്രയും നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നന്നായി
ഓർമ്മ വേണം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. രണ്ടും ഡിഫറെൻ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലെയും ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് പ്രൈസും വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും പലിശയിലേക്ക് എത്ര രൂപ പോകുന്നുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് രണ്ട് രീതിയുണ്ട്, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യമായി വെൻ ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടായിരിക്കും. അതായത് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. ആ ക്യാഷ് പ്രൈസിൽ നമ്മൾ എത്ര ശതമാനം പലിശയാണ് ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സിലൂടെയാണ് പ്രൈസ് കളക്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഒരു സിറ്റുവേഷൻ. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. നമുക്ക് ക്യാഷ് പ്രൈസും തന്നിട്ടുണ്ടാവും, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. പക്ഷേ എന്ത് തന്നിട്ടുണ്ടാവില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവില്ല. എത്ര ശതമാനം പലിശയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പലിശ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രയാണ് ഇൻട്രസ്റ്റിൻ്റെ എലമെൻറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ എടുക്കാം. വെൻ ക്യാഷ് പ്രൈസ് ഈസ് ഗിവൺ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. ക്യാഷ് പ്രൈസ്, അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. നമ്മുടെ എത്ര ശതമാനം പലിശയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ടാവും. എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സിലൂടെയാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് എന്നും തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര രൂപയാണ് പലിശയിലേക്ക് പോകുന്നത് എന്നെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ്. മൊത്തത്തിൽ എത്ര രൂപയാണ് പലിശയായിട്ട് പിരിച്ചെടുക്കുന്നത് എന്ന് നോക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾക്കറിയാം, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? HPP ഈക്വൽ ടു CP പ്ലസ് I ആണ്. അതായത് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടാവും, ഹയർ പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈസി അല്ലേ? ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് അങ്ങോട്ട് കുറച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. മൊത്തത്തിൽ എത്ര രൂപയാണ് പലിശയായിട്ട് കളക്ട് ചെയ്യുന്നത് എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പിന്നീടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര രൂപയാണ് പലിശയായിട്ട് കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഇൻട്രസ്റ്റ് എലമെൻ്റ് എത്ര രൂപയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാം, കാൽക്കുലേറ്റ് ദ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കേണ്ട സമയത്ത്, അതായത് ഫസ്റ്റ് ഇയറിൽ തുടക്കത്തിൽ എത്ര രൂപയാണ് ക്യാഷ് പ്രൈസ് ഇനിയും കിട്ടാനുള്ളത് എന്ന് നോക്കണം. ക്യാഷ് പ്രൈസ് മാറരുത്, ഹയർ പർച്ചേസ് പ്രൈസ് അല്ല, ക്യാഷ് പ്രൈസ് എത്രയാണ് ഇനിയും കിട്ടാനുള്ളത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മളോട് പറയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ക്യാഷ് പ്രൈസ് 8000 രൂപയാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് 10,000 രൂപയാണ്. ആ പ്രൊഡക്റ്റ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ വാങ്ങുമ്പോൾ ആദ്യം 2000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകണം. ബാക്കിയുള്ളത് ഓരോ വർഷവും നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റുകളായി തന്നാൽ മതി. അങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ തുടക്കത്തിൽ നോക്കൂ, അതിൻ്റെ ക്യാഷ് പ്രൈസ് 8000 ആണ്. പക്ഷേ ആ എഗ്രിമെൻ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 2000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡ് വരുമ്പോഴാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുക.
വർഷം തുടങ്ങുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ആ വർഷം കഴിയുമ്പോഴാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ ആ വർഷം കഴിയുമ്പോൾ എത്ര രൂപ പെൻഡിങ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും? ടോട്ടലുള്ള ക്യാഷ് പ്രൈസ് 8000 രൂപയാണ്. അതിലേക്ക് 2000 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ക്യാഷ് പ്രൈസിലേക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 6000 രൂപ. 8000-ൽ നിന്ന് 2000 മൈനസ് ചെയ്യുക. എച്ച് പി പ്രൈസ് അല്ല നോക്കേണ്ടത്, ക്യാഷ് പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ക്യാഷ് പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ്? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് നമ്മൾ നോക്കി. എത്രയാണ്? ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിട്ടി. അപ്പോൾ ഇനി 6000 രൂപ നമുക്ക് ക്യാഷ് പ്രൈസിലേക്ക് കിട്ടാനുണ്ട്. നമ്മുടെ പലിശയുടെ ശതമാനം 10%. അതൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഫസ്റ്റ് സിറ്റുവേഷനിൽ. അപ്പോൾ 10% അറിയും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര പലിശ കിട്ടാനുണ്ട്? 6000 കിട്ടാനുള്ള സംഖ്യ. പലിശയുടെ ശതമാനം എന്ന് പറയുന്നത് 10%. അപ്പോൾ 6000 ഇൻറ്റു 10/100. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇയറിൻ്റെ അവസാനത്തിൽ എത്ര രൂപയാണോ നമ്മൾ കൊടുക്കാനുള്ളത് അതിനെ പലിശയുടെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര രൂപയാണ് പലിശ എന്ന് കിട്ടും. അപ്പോൾ നോക്കി നോക്കൂ, 6000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്ക് 600 രൂപ പലിശ കിട്ടി. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 1000 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1000 അടയ്ക്കുന്നത്. അതിലേക്ക് പലിശ 600. അപ്പോൾ മുതലിലേക്ക് എത്രേ പോകുന്നുള്ളൂ? 400 രൂപ. അപ്പോൾ നമ്മൾ അടുത്തതായി അത് കാൽക്കുലേറ്റ് ചെയ്യും. ക്യാഷ് പ്രൈസ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ക്യാഷ് പ്രൈസിലേക്ക് എത്ര രൂപ പോകുന്നു? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. 1000 ഇൻസ്റ്റാൾമെൻറ്റ്, അതിൽ 600 പലിശയാണ്. അപ്പോൾ ബാക്കി മുതലിലേക്ക് എത്ര പോകുള്ളൂ? 400. സിമ്പിൾ. അതാണ് നമ്മൾ എത്രാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ. അതായത് ക്യാഷ് പ്രൈസ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസ് കിട്ടും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എല്ലാം നമ്മൾക്ക് കിട്ടി. ക്യാഷ് പ്രൈസ് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, എല്ലാം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും ഇതേ പ്രക്രിയ തുടരണം. രണ്ടാമത്തെ വർഷവും ആദ്യം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റിൽ ഉണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിലേക്ക് എത്ര രൂപയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുത്തത്? അപ്പോൾ ആദ്യം 6000 ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ ഇവിടെ 400 രൂപ നമ്മൾ ആ മുതലിലേക്ക് കൊടുത്തു. 600 പലിശയും 400 മുതലും. അപ്പോൾ 6000-ൽ നിന്ന് 400 കുറയ്ക്കണ്ടേ? 5400 അല്ലേ രണ്ടാമത്തെ വർഷം ക്യാഷ് പ്രൈസിലേക്ക് കൊടുക്കാനുള്ളത്? അതേ സ്റ്റെപ്പ് ചെയ്യുക. ടോട്ടൽ ക്യാഷ് പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ക്യാഷ് പ്രൈസ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച എമൗണ്ടിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച എമൗണ്ട് അങ്ങോട്ട് കുറയ്ക്കുക. 1 - 3. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷം എത്ര ഔട്ട്സ്റ്റാൻഡിങ് എന്ന് കിട്ടും? ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയാൽ ഈസി അല്ലേ? അത് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലെ പലിശ എത്രയാണ് എന്ന് കിട്ടും. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലെ പലിശ കിട്ടിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് കാണാം. ടോട്ടലിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അങ്ങനെ ഓരോ വർഷവും എത്ര വർഷമാണോ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻ്റ് ഉള്ളത് അത്രയും വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാഷ് പ്രൈസ്, ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റായി എത്ര രൂപയാണ് മൈനസ് ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം.
ആ രീതിയിലാണ് ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. അതവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ടോട്ടൽ ക്യാഷ് പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊത്തം ക്യാഷ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് കുറച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റും അറിയാം, ഇൻസ്റ്റാൾമെൻറ്റും അറിയാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ക്യാഷ് പ്രൈസ് കിട്ടും. ദെൻ രണ്ടാമത്തെ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് കാണും. അതായത് ഫസ്റ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് മൈനസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ക്യാഷ് പ്രൈസിലേക്ക് കൊടുത്ത എമൗണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് കിട്ടും. അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റ് കിട്ടും. വീണ്ടും എന്ത് ചെയ്യുക? സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ വർഷവും ഇതേപോലെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എത്ര വർഷമാണോ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉള്ളത് അത്രയും നമ്മൾ ഇതേ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇൻ ഫസ്റ്റ് സിറ്റുവേഷൻ. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതാ? ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. എല്ലാം തന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഫസ്റ്റ് സിറ്റുവേഷൻ.